കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരാളെ കൊല്ലണം എന്ന് എന്താണ് ഇത്ര നിർബന്ധം? നമ്മൾ അയാൾക്ക് മാക്സിമം പണിഷ്മെൻറ്റ് കൊടുത്തിട്ടില്ലേ എന്ന് കോടതി പറഞ്ഞതാ. ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്നൊക്കെ എടുത്തു കളഞ്ഞു. പിന്നെ രണ്ടാമത് ഇതിൻ്റെ വൂൾഡിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രതിക്ക് ഇങ്ങനെ മലത്തി കടത്തി മറ്റേ റേപ്പ് ചെയ്യുമ്പോൾ ആസ്പിറേഷൻ ഉണ്ടായി കുട്ടി മരണപ്പെടും എന്നുള്ള ഒരു മെഡിക്കൽ നോളജ് പ്രതിക്കില്ല. മൂന്നാമത് പറയാനുള്ള കാരണം, ഈ ചാടി എന്ന് പറയുന്ന അൺനോൺ പേഴ്സൺ അങ്ങനെ നിങ്ങളുടെ സാക്ഷി പറയുന്നുണ്ട്. ആ സാക്ഷി അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഈ മറ്റാൾ രക്ഷപ്പെട്ടു പോവുകയാണ്, അയാൾക്ക് അത് വണ്ടി നിർത്താൻ പാടില്ല. അങ്ങനെ നമ്മൾ ഈ ട്രയൽ കോടതിയിലും ഹൈക്കോടതിയിലും കണ്ടെത്താൻ പറ്റാത്ത ആ അൺനോൺ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. സുപ്രീം കോടതിയിൽ വന്നപ്പോൾ അത് പറയാൻ പറ്റിയിട്ടില്ല. സുപ്രീം കോടതിയിൽ ഈ കേസിനെ പ്രോസിക്യൂഷൻ എസ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ട്, ജോബി സ്കറിയാൻ. സ്റ്റാൻഡിംഗ് കൗൺസിലുമായി ഞങ്ങൾ നിരന്തരം ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും ഈ സ്റ്റാൻഡിംഗ് കൗൺസിലൊക്കെ സർക്കാരിൻ്റെ നോമിനികളെല്ലാവരും. പുതിയ സർക്കാർ വന്നു, സ്വാഭാവികമായിട്ടും സ്റ്റാൻഡിംഗ് കൗൺസിൽ മാറി. ഈ കേസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും ചെയ്തു. ഞങ്ങളിതൊന്നും അറിയുന്നില്ല. പുതിയ സ്റ്റാൻഡിംഗ് കൗൺസിൽ വെച്ചതും അറിഞ്ഞിട്ടില്ല. പുതിയ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായിട്ടില്ല. കേസ് ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോൾ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്തുകൊണ്ട് പോയി എന്നുള്ളതിൻ്റെ കാര്യമാണ് പറഞ്ഞത്.